നമ്മുടെ രാവിലത്തെ കുറച്ച് ടൈം വേണ്ടാലോ. ഇസക്കുട്ടി എഴുന്നേറ്റ പാടിതേ ആളെ കുളിപ്പിച്ച് റെഡിയാക്കിയിട്ടുണ്ടേ. ഇതെവിടെയും പോകാനും അല്ല, സാധാരണ ഞാനിവളെ എഴുന്നേറ്റ പാട് കുളിപ്പിക്കാറുമില്ല. ഇന്നാളാണ് എഴുന്നേറ്റ പാട് വെള്ളത്തിലൊക്കെ കളിച്ച് ഫുള്ള് നനഞ്ഞിട്ടുണ്ടേ. എന്നാൽ പിന്നെ നനഞ്ഞ് കുളിച്ചിട്ട് കയറാമെന്ന് വിചാരിച്ചിട്ട് കുളിപ്പിച്ചെടുത്തതാണ് കേട്ടോ. ഇസക്കുട്ടിക്കാണെങ്കിൽ ഇങ്ങനെ ഒരുങ്ങാനൊക്കെ ആയിട്ട് നല്ല ഇഷ്ടമാണ്. പക്ഷെ ഒരുങ്ങിക്കഴിഞ്ഞാൽ കണ്ണാടി കാണണം എന്നുള്ളത് നിർബന്ധമാണ്. സാധാരണ ദിവസങ്ങളിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ തിരക്ക് കാണും, എവിടെയെങ്കിലുമൊക്കെ പോകാനുണ്ടാവും, ഡെയിലി എന്തെങ്കിലുമൊക്കെ കാണും. ഇന്നാണെങ്കിൽ എവിടെയും പോകാനുമില്ല, ഒരു പരിപാടിയും ഇല്ല, ഫുള്ളും മഴയും, നമ്മൾ രണ്ടുപേരും മാത്രം. ഇവളാണെങ്കിൽ എന്നോട് ഫുൾ ടൈം എന്തെങ്കിലും സംസാരിച്ചുകൊണ്ടേ ഇരിക്കും കേട്ടോ. ഒറ്റ ടൈം പോലും മിണ്ടാതിരിക്കില്ല, എന്തെങ്കിലും കഥകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. കുറേ പേര് ചോദിച്ചിട്ടുണ്ട് ഈ സെക്കുട്ടി നടക്കാൻ തുടങ്ങിയത് എപ്പോഴാണ് എന്നൊക്കെ ഉള്ളത്. നടക്കാനായിട്ട് കുറച്ച് വൈകിട്ടുണ്ട് കേട്ടോ. ഒരു വയസ്സ് അങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ട്, ഒരു വയസ്സും ഒരു മാസവും കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ പല്ല് വരാനായിട്ടും കുറച്ച് വൈകിട്ടുണ്ട്. ഇവർക്ക് പല്ല് ഇപ്പോഴും ഫുള്ളായിട്ട് വന്നിട്ടില്ല. മുകളിൽ കുറേ എണ്ണം വന്നിട്ടുണ്ടെങ്കിലും താഴത്തെ വരിയിൽ 2 പല്ലാണ് ആകെ വന്നിട്ടുള്ളത്. അങ്ങനെ ഇസക്കുട്ടിക്ക് ചായ കൊടുത്തു, ഞാനും ചായ കുടിച്ച് പിന്നെ നമ്മൾ കളിക്കുകയാണ് കേട്ടോ. വേറെ പരിപാടികളൊന്നും ഇല്ലല്ലോ. താഴത്തെ വരിയിൽ 2 പല്ല് മാത്രമുള്ളത്, അത് കുഴപ്പമില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. മുകളിലൊക്കെ വന്നിട്ടുണ്ടല്ലോ, ബാക്കിയുള്ളത് വന്നോളൂ എന്നുള്ളത്. ആൾക്കിപ്പോൾ 1 വയസ്സും 6 മാസമാണ് ആയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ടൈം ആകുമ്പോഴേക്ക് ചില മക്കൾക്ക് ഒട്ടും പല്ല് വരില്ല. അതൊന്ന് കാണിക്കേണ്ടതാണ് കേട്ടോ.